أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 131 ആയത്താണ് ഇപ്പോൾ കേട്ടത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വിഡ്ഢിത്തം സ്വയം സ്വീകരിച്ചവനല്ലാതെ ഇബ്രാഹീമിൻ്റെ മതത്തോട് ആരാണ് വിരസത കാണിക്കുക? നാം അദ്ദേഹത്തെ ഇഹത്തിൽ വരിഷ്ഠനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായും പരലോകത്തും അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ടവനായിരിക്കും. ഈ ആയത്തിൽ സഫിഹ നഫ്സഹു എന്നതിൻ്റെ അർത്ഥങ്ങൾ: സ്വന്തം അവസ്ഥയെ വിസ്മരിക്കുക, തൻ്റെ മനസ്സിനെ വിഡ്ഢിത്തം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, തൻ്റെ ജീവൻ സ്വയം നശിപ്പിക്കുക, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കുക. ഈ ആയത്തിൽ അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉദാഹരണം എടുക്കുന്നതിനു പകരം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉദാഹരണം വിവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംബോധിതർ യഹൂദികളും ക്രിസ്ത്യാനികളും അടങ്ങുന്നവരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് ആ ഉദാഹരണം അവർക്ക് ഒരു ഫലവും ചെയ്യില്ല. എന്നാൽ അറബികളും യഹൂദികളും ക്രിസ്ത്യാനികളും സ്വാബികളും എല്ലാവരും ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കുന്നവരായിരുന്നു. ആയതിനാൽ അവർ എല്ലാവരും ആദരിക്കുന്ന ഒരാളായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉദാഹരണം വിവരിക്കണമായിരുന്നു. അള്ളാഹു പറയുന്നത്: അല്ലയോ അറബികളെ, യഹൂദികളെ, ക്രിസ്ത്യാനികളെ, സാബികളെ, നിങ്ങളും ഇബ്രാഹീമിൻ്റെ പാത പിൻപറ്റുക. ഇബ്രാഹീമിനെ പോലെ സർവ്വതും ത്യജിച്ചുകൊണ്ട്, ശത്രുതയും വൈരാഗ്യവും ഉപേക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നും വിധികർത്താവായി കൊണ്ടുവന്ന ഈ ദൈവനിയോഗിതനെ അംഗീകരിച്ചുകൊണ്ട് ദൈവസാമീപ്യം കരസ്ഥമാക്കും. ഇല്ലാമൻ സഫിഹ നഫ്സഹു എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങളെ വെച്ചുകൊണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇബ്രാഹീമിൻ്റെ മതത്തെ പിൻപറ്റിയാൽ ലഭിക്കാൻ പോകുന്ന ഗുണങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നവനല്ലാതെ ഇബ്രാഹീമിൻ്റെ മതത്തെ നിഷേധിക്കുകയില്ല. കാരണം പ്രവാചകന്മാരെ നിഷേധിക്കുന്നത് കൊണ്ട് അതിൻ്റെ ദോഷം നിഷേധിക്കുന്ന ആൾക്കാണ്, ആ പ്രവാചകനല്ല. പ്രവാചകന്മാരെ അനുധാവനം ചെയ്യാത്തവർക്ക് പ്രവാചകരെ പിൻപറ്റിയാൽ ഉണ്ടാകുന്ന സൽഫലങ്ങളിൽ നിന്നും അവർ നിഷേധിക്കപ്പെടുന്നതാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാതൃക എന്നത് അള്ളാഹുവിൻ്റെ വിളിക്ക് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകിക്കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും തരണം ചെയ്ത് വിജയത്തിലെത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ മകനെയും പത്നിയെയും ആഹാരവും വെള്ളവും ലഭ്യമല്ലാത്ത ഒരു വിജന പ്രദേശത്ത് ഉപേക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനയോട് മറുത്തൊന്നും പറയാതെ തിരിച്ചു വരികയും ചെയ്തു. അള്ളാഹു പറയുന്നു: ഇബ്രാഹീമിനെ പോലെ അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സമർപ്പണം ചെയ്യാത്തവർ, പ്രത്യക്ഷത്തിൽ അവർ അവരുടെ നന്മ കാക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ സമ്പത്തും സന്താനങ്ങളും അവർ സംരക്ഷിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അവർ തങ്ങളെ തന്നെ വിസ്മരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. വരാൻ പോകുന്ന മഹാനായ പ്രവാചകനെക്കുറിച്ചുള്ള ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ദുആയിൽ ലോകത്തിന് ആവശ്യമായ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു വൻ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ദുആയെ നിഷേധിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുവൻ തൻ്റെ വിഡ്ഢിത്തം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ആത്മശുദ്ധീകരണത്തിനും കർമ്മ സംസ്കരണത്തിനുമായി നിലകൊള്ളുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അധ്യാപനങ്ങളെയും നിലനിർത്തുകയും ദൈവിക ഗ്രന്ഥത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ആ വിശാലമായ വൻ വ്യവസ്ഥിതിയിൽ പങ്കുചേരാൻ അവർ ഒരുക്കമല്ല. ഇങ്ങനെ ചെയ്യുന്നവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അഭിവൃദ്ധികളെയും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസ്ഥിതിയെ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ വിഡ്ഢിത്തമാണ് അവർ ചെയ്യുന്നത്. ഇത്തരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്ന ബഹുദൈവ വിശ്വാസികളും യഹൂദികളും ക്രിസ്ത്യാനികളും എല്ലാം അവർ എല്ലാ തരത്തിലുള്ള അധ്യാപനങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെടുകയും അതോടൊപ്പം ദൈവിക ശിക്ഷക്കിരയായിത്തീരുകയും ചെയ്യുന്നതാണ്. അബൂജഹൽ അതിനുദാഹരണമാണ്. ഇല്ലാമൻ സഫിഹ നഫ്സഹു
ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്ത അജ്ഞരായിരിക്കുന്നത് കൊണ്ടാണ് അവർ ഇബ്രാഹിമിൻ്റെ മതത്തെ നിഷേധിക്കുന്നത്. ഹദരത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ദുആയുടെ ഫലമായി ലോകത്തിന് ലഭിച്ച അതിമഹത്തായ അധ്യാപനങ്ങൾ മനുഷ്യൻ്റെ ആന്തരികമായ കഴിവുകളെ പ്രചോദിപ്പിച്ച് വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നവയാണ്. ഇതിനെ ഉപേക്ഷിക്കുക മൂലം മനുഷ്യ മനസ്സ് അജ്ഞതയിൽ ആണ്ടുപോവുകയും മരവിച്ച് നിഷ്ക്രിയമായി പോവുകയും ചെയ്യുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിഷേധിക്കുന്നവരിലും ഇത്തരത്തിലുള്ള മരവിപ്പും നിഷ്ക്രിയാവസ്ഥയും കാണാവുന്നതാണ്. ഒരു വശത്ത് അവർ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് നൽകുകയും ഖൈറാത്ത് നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോഴും അവർ മനസ്സിൽ ഏറ്റുപറയുന്നത് ഞങ്ങൾക്ക് മുന്നിൽ അഭിവൃദ്ധിക്കായുള്ള കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ചുരുക്കത്തിൽ വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു എന്നതിൽ അള്ളാഹു പറയുന്നത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആയിലൂടെ ലഭിച്ച അധ്യാപനങ്ങൾ മനുഷ്യ മനസ്സിനെ അഭിവൃദ്ധിയുടെ കൊടുമുടിയിലെത്തിക്കുന്നതാണ്. ഇക്കാര്യം അവഗണിക്കുന്നവർ, സ്വയം അജ്ഞതയിൽ ആണ്ടു നിൽക്കുന്നവർ മാത്രമേ ഇബ്രാഹിമിൻ്റെ മതത്തെ നിഷേധിക്കുകയുള്ളൂ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.